എം ടി എന്ന രണ്ടക്ഷരത്തെ ഭയക്കും പോലെ മറ്റൊരു എഴുത്തുകാരനെയും സർഗാത്മകതയുടെ പേരിൽ, വാക്കുകളുടെ സൂക്ഷ്മതയുടെ പേരിൽ ആരും ഭയന്നിട്ടില്ല. അതാണ് എം ടി. വാക്കുകൾ ഏറ്റവും സൂക്ഷിച്ചുപയോഗിച്ച മനുഷ്യൻ. ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് എം ടി കരഞ്ഞിട്ടുള്ളത്. അതാണ് നിന്റെ ഓർമ്മയ്ക്ക്. അതിലെ ലീലയോർത്താണ് അദ്ദേഹം കരഞ്ഞത്. എം ടിയെ വായിച്ച് കരയാത്തവർ ഉണ്ടാകുമോ? വേദനിച്ച് പൊടിയാത്തവർ ഉണ്ടാകുമോ? പരുക്കനെന്നും തോന്നിപ്പിക്കുന്ന ആ മനുഷ്യൻ കരയുന്ന രംഗം ആലോചിക്കുമ്പോൾ തന്നെ കരച്ചിൽ വരുന്നു. വിശപ്പിനെ ചങ്കുപറിക്കുന്ന വേദനയോടെ എഴുതി വെച്ച എം ടി ആ മഹാരഥന് മുന്നിൽ കടുകുമണിയോളം ചെറുതായി കുമ്പിടാതെ മറ്റെങ്ങനെ നിൽക്കാനാണ്? വായനയുടെ ഭ്രാന്ത് എന്നിൽ നിറച്ച എം ടി നിശ്ചലമായി പടിയിറങ്ങുന്നത് ഒരു കാലമാണ്, ഒരു കാലഘട്ടമാണ്. നമ്മൾ പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുൻപേ എം ടി അത് എഴുതി വെച്ചിരിക്കും. അതാണ് എം ടി. തോറ്റുപോയവരാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ. അവരോട് നമുക്ക് സഹതാപമാണ്. അതുകൊണ്ടാണ് അവർ നമ്മുടെ കൂടെ പോന്നത്. അങ്ങനെ തോറ്റുപോയവരാണ് നിർമാല്യത്തിലെ വെളിച്ചപ്പാടും, വടക്കൻ വീരഗാഥയിലെ ചന്തുവും, സതയത്തിലെ സത്യനും, ഭ്രാന്തൻ വേലായുധനും, കുട്ടിയടത്തിയും, പെരുന്തച്ഛനും. ഒരു കൗതുകകരമായ എന്റെ ഒരു നിരീക്ഷണമാണ്. മഹാസങ്കടങ്ങൾ ഒളിപ്പിച്ച പരുക്കനായ എം ടിയുടെ ഒരു മുഖം മമ്മൂട്ടിയല്ലേ? നൈർമല്യം നിറഞ്ഞ ആർദ്രത ഒളിപ്പിച്ച ഒരു മുഖം മോഹൻലാലല്ലേ? ആയിരിക്കണം. അതാണ് എം ടിക്ക് ഈ രണ്ട് നടന്മാരോടും ഇത്രയധികം വാത്സല്യം. ഭഗവാൻ കൃഷ്ണനും ഭീമനും കുന്തിയും വടക്കൻ പാട്ടിലെ വീരാംഗനയായിരുന്ന നാരീരത്ന ഉണ്ണിയാർച്ചയും എം ടിയുടെ തൂലികയുടെ ചൂടറിയേണ്ടി വന്നു. യമനും ചിത്രഗുപ്തനും ഇവിടെ അധികാരമില്ല. കണക്ക് വെക്കുന്നത് ഭൈരവനാഥനാണ്. എല്ലാ ശിക്ഷകളും ചേർത്ത് അല്പസമയം കൊണ്ട് കൊടും യാതന നൽകി കഴിയുമ്പോൾ ശിവൻ അരികിലെത്തുന്നു. വലത്തെ ചെവിയിൽ താരകമന്ത്രം ഓതുന്നു. പിന്നെ യാത്ര ക്ലേശകരമല്ല. പുനർജന്മമില്ല. സംസാര ദുഃഖങ്ങളിൽ നിന്നാകെ മോചനം. വാരണാസിയിലെ എം ടിയുടെ സ്വന്തം വാക്കുകൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ യാത്രാമൊഴിയായി നൽകുന്നു.